പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ തിരുമുൻപിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇടയിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നവംബർ മാസം ഈ ആത്മാക്കളെല്ലാം ഞങ്ങൾ ഓർത്ത് അവർക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങളും കാഴ്ചകളും ബലികളും അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ബലികൾ സ്വീകരിച്ച് ഈ ആത്മാക്കൾക്ക് അങ്ങ് നിത്യ വിശ്രമം നൽകണമേ. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, നവംബർ മാസം 15-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട ആത്മാക്കളെയാണ്. ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട ആത്മാക്കൾ എന്ന് പറയുന്നത് ആരും ഓർക്കാത്തവര്. പ്രത്യേകിച്ച് നമുക്കറിയാം, കുടുംബത്തിൽ ചിലപ്പോൾ ആരും ഒന്നും ഉണ്ടാവില്ല, ഒറ്റപ്പെട്ട് ചിലപ്പോൾ ദരിദ്രരായിട്ടുള്ളവരോ അല്ലെങ്കിൽ കുടുംബം നാട് മുഴുവൻ ഒന്നടങ്കം ഏതെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന് എല്ലാവരും മരിച്ചുപോയ അവസ്ഥകൾ, പിന്നെ അല്ലെങ്കിൽ എന്തെന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള വലിയ രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ വന്നൊരു നാട് മുഴുവൻ പിന്നെ മനുഷ്യരൊക്കെ മരിച്ചുപോയ ഒരവസ്ഥ. അവരെ ഓർക്കാൻ ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും വിസ്മരിക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് തിരികെ കിട്ടുമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ കരുണ അനന്തമാണ്. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിന്റെ 136-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വായിക്കുന്നു, കർത്താവിന്റെ കരുണ എന്നെന്നും നിലനിൽക്കും എന്നുള്ളത്. എന്നും നിലനിൽക്കുന്നതാണ് അവിടുത്തെ കരുണ. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ദയ ഇപ്രകാരം മരണമൂലം വേർപിരിഞ്ഞു പോയ, അത് ആരും പ്രാർത്ഥിക്കാനില്ല, അത് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനോ അവരെ ഓർക്കാനോ, അങ്ങനെ ഒറ്റപ്പെട്ട് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളുണ്ടോ? ഈ ആത്മാക്കളെ നമ്മൾ ഈ ദിവസം ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലും ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ നവംബർ മാസത്തിൽ എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി, ഒരു നേരത്തെ ചെറിയൊരു ഭക്ഷണം ഉപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതല്ലെങ്കിൽ ചെറിയൊരു ദാനധർമ്മം നടത്തുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്രകാരമുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുമ്പോൾ ദൈവസന്നിധിയിൽ അതൊരുപാട് വിലയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. റോമാലേഖനത്തിന്റെ 5-ാം അധ്യായം 20-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ വളരെ സമൃദ്ധമായി എന്ന് പറയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആ കൃപ, അവിടുത്തെ കരുണ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരുപാട് കർത്താവിന്റെ കരുണ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ആത്മാക്കളെ ആരും ഓർക്കാത്ത, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിട്ടുള്ള ആത്മാക്കൾ, വിസ്മരിക്കപ്പെട്ട ആത്മാക്കൾ. ഇപ്പൊ ഞങ്ങൾ കുർബാനയൊക്കെ ചൊല്ലുമ്പോൾ ആളുകൾ വന്നിട്ട് കുർബാന അർപ്പിക്കാൻ വെച്ചാൽ ആരും ഓർക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നവംബർ മാസത്തിലൊക്കെ വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ സെമിത്തേരി സന്ദർശിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നവംബർ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ പ്രത്യേകിച്ച് ദണ്ഡവിമോചനം തിരുസഭ കൽപ്പിച്ച് നൽകുന്നുണ്ട്. ആ ദിവസം നമ്മൾ സെമിത്തേരി പോയി പ്രാർത്ഥിക്കും. നമുക്ക് ആരെയും അറിയില്ല, എങ്കിലും നമ്മളുടെ ഒരു കടമയാണ്. നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാക്കള് ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല, അവരെ ദൈവം ഓർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു വിടുതല്, നമുക്ക് അതുവഴി വലിയൊരു വിമോചനം നമ്മുടെ പാപത്തിന്റെ മേഖലകളിൽ ദൈവം നമുക്ക് തരികയാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തിക്കും, പ്രത്യേകിച്ച് നമ്മൾ നിയോഗത്തോടു കൂടി ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനകള്, അതും മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകള് ദൈവസന്നിധിയിൽ വിലയുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവർ, ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറയ്ക്കും. നമ്മൾ ഒരിക്കലും വിസ്മരിക്കപ്പെട്ടവരായിട്ട് പോകില്ല. ഓർക്കുക, ഈ ലോകത്ത് നമ്മൾ അർപ്പിക്കുന്ന ബലികൾ, ഇന്ന് നമ്മൾ അർപ്പിക്കുന്ന ബലികൾ, ജീവിച്ചിരിക്കുമ്പോൾ അർപ്പിക്കുന്ന ബലികൾ, നാളെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലികളെക്കാൾ ഏറെ വിലയുള്ളതാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വിശുദ്ധ ബലി അതാണ് ഏറ്റവും കൂടുതൽ ശക്തിയായിട്ടുള്ളത്. കാരണം കർത്താവിന്റെ കുരിശിന്റെ ബലിയിലൂടെയാണ് നമുക്ക് പാപമോചനം ലഭിച്ചത്, അതിലൂടെയാണ് നമുക്ക് വിടുതൽ ലഭിച്ചത്, നമ്മുടെ മേലുള്ള പിശാചിന്റെ അവകാശം വിട്ടുമാറിപ്പോയത്, നമ്മുടെ മേലുള്ള കടങ്ങളൊക്കെ ഒഴിവായി കിട്ടിയത്, നമ്മുടെ മേലുള്ള മരണത്തിന്റെ ആധിപത്യം വിട്ടുമാറിപ്പോയത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നവംബർ മാസം 15-ാം തീയതി നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, ആരും ഓർക്കാത്ത
വിസ്മരിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ആത്മാക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എത്രയോ മനോഹരമാണ് പ്രിയമുള്ളവർ. അവരൊക്കെ നമ്മളെ ഓർക്കും. ദൈവസന്നിധിയിലേക്ക് പോയി കഴിയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിത വഴികളിലൊക്കെ നമുക്ക് വലിയ സംരക്ഷണമായിട്ട് മാറും, കൃപയായിട്ട് മാറും. നമ്മളും പാപത്തിൽ വീഴാതെ കൃപാവരത്തിൽ നിറഞ്ഞ് ദൈവത്തിന്റെ സംരക്ഷണത്തില് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ അത് നമുക്ക് ഇടയായിട്ട് മാറും. ഞാൻ എൻ്റെ തന്നെ എത്രയോ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി. എൻ്റെ തന്നെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഞാൻ തിരിച്ചറിയുന്നത് ഇതുപോലെ എത്രയോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പേരോ അവരുടെ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പള്ളിയിലെ വികാരിച്ചും പോയി അവർക്ക് വേണ്ടിയിട്ട് ഒപ്പീസ് ചെല്ലുന്നു, ഞാൻ ആ കൂടെ നിന്ന് ഞാനും മറുപടി ചെല്ലുന്നു. അങ്ങനെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, കൃപയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം, ജീവന്റെ സുവിശേഷം പങ്കുവെക്കാനായിട്ട് എനിക്ക് അനുഗ്രഹമായിട്ട് മാറിയത്. ഒരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും നമുക്കറിയാം, ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതിയാണ് അവിടുത്തെ പൗരോഹിത്യത്തിലേക്ക് നമ്മളെ വിളിച്ചത്. അതിൽ കർത്താവ് നമ്മളെ വളർത്തുന്നതും ഇന്ന് നിലനിർത്തുന്നതും ഒക്കെ അതോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന കൃപകളാണ്. ഇപ്രകാരം ഏറ്റവും വിസ്മരിക്കപ്പെട്ട ആത്മാക്കളെ, നമ്മൾ ഏറ്റവും പ്രാർത്ഥന ആവശ്യമായിട്ടുള്ള ആത്മാക്കളെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ എത്രയോ സമയം നമുക്ക് ദിവസത്തിലുണ്ട്. നമ്മൾ ദൈവത്തിരുമുമ്പിലായിരിക്കുമ്പോൾ കർത്താവേ, തിരുമുമ്പിൽ ഞാൻ ഈ ആത്മാക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരുമില്ലാത്ത ആത്മാക്കൾ, അനാഥരായി പോയ ആത്മാക്കൾ, കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കർത്താവെ കരുണ തോന്നി അവർക്ക് വിടുതൽ നൽകി സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. സ്വർഗീയ പിതാവേ, നിത്യപിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോടൊത്തു ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും, അതുപോലെ ലോകം മുഴുവനുമുള്ള തിരുസഭയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിനും തലമുറയിലുമുള്ള എല്ലാ പാപികളുടെയും മോചനത്തിനു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ.